എല്ലാവർക്കും നമസ്കാരം. റിവിറ്റാർക്കിൻ്റെ ഒരു പുതിയ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഓട്ടോകാഡ് യൂസേഴ്സ് എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെയാണ് യൂസേഴ്സ് അത് ഈ ഓട്ടോകാഡിൽ ചെയ്യുന്നത്. യൂസേഴ്സിൻ്റെ ഉപയോഗം വരുന്നത് കുറേ പ്ലോട്ടുള്ളതും ഒരു മാസ്റ്റർ പ്ലാനും പല ഷേപ്പിലുള്ള പ്ലോട്ടും പല ഷേപ്പിലുള്ള ബിൽഡിങ്ങൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അന്നേരമാണ് യൂസേഴ്സിൻ്റെ ഉപയോഗം വരുന്നത്. കോർഡിനേറ്റ്സ് കൊടുക്കുമ്പോഴും ഒക്കെ പല ഷേപ്പിലുള്ള പ്ലോട്ട് നമ്മൾ ഓട്ടോകാഡിൽ സ്ട്രെയിറ്റ് ആക്കി വരയ്ക്കാൻ വേണ്ടി ആ സമയത്താണ് യൂസേഴ്സ് ഉപയോഗിക്കുന്നത്. ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. ഫ്രഷായിട്ടുള്ളവർക്ക് ഓട്ടോകാഡ് ജോബിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എല്ലാ ഓഫീസിലും അതിന് ഹെൽപ്പ് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് പറഞ്ഞു തന്നാലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് യൂസേഴ്സ്. ഓക്കെ, എനിക്കറിയാവുന്ന രീതിയിൽ ഞാനത് കാണിച്ചു തരാം. ഇതാണ് ഓട്ടോകാഡ് യൂസേഴ്സ്. ഇത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു, ഇത് ഫ്ലോ ഷീറ്റിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ആദ്യം നമുക്ക് എക്സ്റെപ്പ്. ഓക്കെ, എക്സ്റെപ്പിലൊന്ന് വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊരു മാസ്റ്റർ പ്ലാനാണെന്ന് വിചാരിക്കുക. ഇതുപോലെ കുറേ വലിയൊരു മാസ്റ്റർ പ്ലാൻ കാണും, കുറേ പ്ലോട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനകത്ത് ഒരു പ്ലോട്ടിൽ ഒരു ചെറിയൊരു ബിൽഡിങ് നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് എക്സ്റെപ്പ് ഫയലാണ്. ഇതിനെ നമ്മൾ ഫ്ലോർ പ്ലാനിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഇതെങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ ഓക്കെ ഇതാണ് എക്സ്റെപ്പ്. ഇത് അറ്റാച്ച് ചെയ്തു. XR ഓക്കെ, XR റീലോഡ് ചെയ്ത് വന്നു. ഓക്കെ, ഇതിപ്പം ഒറിജിനൽ കോർഡിനേറ്റ്സ് രീതിയിലാണ് കിടക്കുന്നത്. നമുക്ക് കോർഡിനേറ്റ്സ് വേണം നോക്കാം. എവിടെ നോക്കുന്നതിന് CD സെയിം കോർഡിനേറ്റ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതിനെ ഈ സൈഡിനെ സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടി യൂസേഴ്സ് ഉപയോഗിക്കാം. അതിനുവേണ്ടി UCS ഓക്കെ, എവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എൻ്റർ പ്ലാൻ, PLAN പ്ലാൻ. ഓക്കെ, അത് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കോർഡിനേറ്റ്സ് നോക്കാം. കോർഡിനേറ്റ്സ് വരുന്നത് 0 ആണ്. ഇത് റോങ് ആണ്. നമുക്ക് വേണ്ടത് ഈ കോർഡിനേറ്റ്സിനെ കിട്ടണം. അതിനുവേണ്ടി UCS വേൾഡ് അടിക്കണം. UCS വേൾഡ് അടിക്കണം. W. ഓക്കെ, അന്നേരം ഇതിൻ്റെ കർസർ മാറിയിട്ടുണ്ട്. കണ്ടോ, ഈസ്റ്റ് ആൻഡ് നോർത്ത് ഡയറക്ഷൻ എല്ലാം മാറി. ഇനി നോക്കണം എങ്ങനെയാണ്. CD കോർഡിനേറ്റ്സിന് വേണ്ടി CD എന്നുള്ള കമാൻഡ് അടിക്കുക. പിക്ക് പോയിന്റ് സെയിം ഇതിലുള്ളത് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 450. ഇത് തന്നെയാണ് കിട്ടേണ്ടത്. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യുക. എവിടെയും അതുപോലെ തന്നെ CD ഓക്കെ, 405 നോർത്ത് 754. ഇങ്ങനെയാണ് ഡ്രോയിങ് സ്ട്രെയിറ്റ് ആയി. മറ്റേ കോർഡിനേറ്റ്സ് മാറുന്നില്ല. കോർഡിനേറ്റ്സ് ഒരിക്കലും മാറില്ല.
മാറിയാൽ അത് തെറ്റായി വരും. പിന്നെ സൈറ്റ് മാർക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ സൈറ്റിൽ കോർഡിനേറ്റ്സ് ഒറിജിനൽ പോയിന്റ് കിട്ടത്തില്ല, അത് വേറെ എവിടെയെങ്കിലും കിടക്കും, വല്ല കടലിലോ ബീച്ചിലോ. ഓക്കെ, ഇങ്ങനെയാണ് സ്ട്രൈറ്റ് ആക്കുന്നത്. ഇപ്പം ഇനി ലൈൻ എന്തെങ്കിലും വരച്ചാലോ നേരെ ആക്കാൻ വേണ്ടി UCS വ്യൂ. അപ്പം കർസർ നേരെയായി. കർസർ നേരെയാക്കിക്കൊണ്ട് ഇത് കോർഡിനേറ്റ്സ് കൊടുത്താൽ റോങ് ആയിട്ടേ കിട്ടത്തുള്ളൂ. ഓക്കെ, UCS വ്യൂ അടിച്ചുകൊണ്ട് കോർഡിനേറ്റ്സ് കൊടുത്താലും റോങ് വരും. കോർഡിനേറ്റ്സ് എപ്പോഴും കൊടുക്കുമ്പോൾ UCS W. ഓക്കെ, കർസർ വെച്ച് കഴിഞ്ഞ് എന്നിട്ട് CD. ഓക്കെ, ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇനി ഇത് അങ്ങനെ ഫ്ലോ ഷീറ്റിൽ അങ്ങനെ നോക്കാം. ഓക്കെ, ഫ്ലോ ഷീറ്റ് ഒറിജിനൽ XRF എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. എവിടെ നമുക്കിത് സ്ട്രെയിറ്റ് ആക്കാം. അതിനുവേണ്ടി അവിടെയും UCS അടിക്കുക. UCS പ്ലാൻ സ്ട്രെയിറ്റ് ആയി. എന്നിട്ട് സ്കെയില് 1:100. ഇത് ലോക്ക് ചെയ്ത് വെക്കണം. ലോക്ക് ചെയ്താൽ പിന്നെ ഇത് മൂവ് ആവത്തില്ല. ഇങ്ങനെയാണ് UCSന്റെ ഉപയോഗം. ഓക്കെ, ഇങ്ങനെയാണ് UCS കോർഡിനേറ്റ്സ് ഒക്കെ കൊടുക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.